കൂറകൾ അങ്ങനെയാണ്. വൃത്തിയുണ്ട് എന്ന് നാം വിചാരിക്കുന്ന വീടിൻ്റെ തലസ്ഥാനമായ അടുക്കളയിൽ പാതിരാത്രി ഒന്ന് ലൈറ്റിട്ട് നോക്കൂ, അടുക്കള കൂറകൾ ഭരിക്കുന്നത് കാണാം. ഇത്ര നേരം ഇവർ എവിടെയായിരുന്നു ഒളിച്ചിരുന്നതെന്ന് നാം അത്ഭുതം കൂറും. വെളിച്ചത്തിൽ നാം അവരെ കൈകാര്യം ചെയ്യും എന്ന് തോന്നേണ്ട താമസം കൂറകൾ പൊടുന്നനെ അപ്രത്യക്ഷരാകും. ഇനി അടിച്ചാൽ തന്നെ അത്ര വേഗമൊന്നും കഥ കഴിയില്ല. അടിച്ചു ചമ്മന്തിയാക്കിയെന്ന് കരുതുമ്പോഴാണ് അവർ എഴുന്നേറ്റു ജീവനും കൊണ്ട് ഓടുന്നത്. തീറ്റയില്ലാതെ ഒരു മാസം പട്ടിണി കിടന്നാലും ചാവില്ല. തല അറ്റുപോയാലും ഒരാഴ്ച ജീവിക്കും. ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് വെറും 2 ലക്ഷം വർഷം, പക്ഷേ കൂറകളുണ്ടായിട്ട് 20 കോടി വർഷമായി. ഇനി ഒരു ആറ്റം ബോംബ് വീണുവെന്ന് വിചാരിക്കുക, സർവ്വജീവികളും കൊല്ലപ്പെട്ടാലും കൂറകൾ അവശേഷിക്കും. പെറ്റുപെരുകാനും ഒറ്റി വളരാനും പറ്റി നിൽക്കാനും അവർക്കുള്ള ശേഷി മനസ്സിലായി കാണുമല്ലോ. കൂറകൾക്കുള്ള കൂറ് കേളികേട്ടതാണ്. കൂറകളിൽ ഒന്നിനെ തൊട്ടാൽ കോടിക്കണക്കിന് കൂറകൾ ഇളകിയെത്തും. അതുകൊണ്ട് ഭരിക്കുന്നവർ കുറച്ചു ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. കുതന്ത്രങ്ങൾ കൂറയോട് വേണ്ട. കുടിക്കുന്ന കഞ്ഞിയിൽ കൂറ വീഴാതെ നോക്കുന്നതാണ് ധർമ്മപ്രധാനും പ്രധാന ധർമ്മനുമൊക്കെ നല്ലത്. AK-47, പെല്ലറ്റ്, ഇലക്ട്രിക് ലാത്തി എന്നിവ കൊണ്ടൊന്നുമുള്ള ഉമ്മാക്കി പാറ്റകളോട് വേണ്ട. പാറ്റകൾ പുറത്തിറങ്ങുന്നത് പാതിരാത്രി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി അസമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പുറത്തുവിട്ടു തുടങ്ങി. ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതിന് ശേഷം ഏറെ നേരം കഴിഞ്ഞാണ് ഓരോ വാചകങ്ങളും വായിച്ചൊപ്പിച്ചത്. കണ്ണട വെച്ചത് ഭാഗ്യം. പ്രോംപ്റ്ററിൽ നോക്കിയാണ് വായിക്കുന്നത് എന്ന് ചില്ലുകളിൽ നിന്നും തെളിഞ്ഞു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മുടെ പ്രധാനമന്ത്രി ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നടത്തും. മൻ കി ബാത്ത് ഏറെ പ്രസിദ്ധവുമാണ്. ജന്തർ മന്ദിറിലെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് പ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന പ്രഭാഷണത്തിന് ജൻസികൾ ഒരു പേരു നൽകി, മങ്കി ബാത്ത്. ജന്തർ മന്ദിറിലെ കുട്ടികൾ നടത്തിയ സമരം ഓൺലൈനിലൂടെയായിരുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ ഒഴുകിയെത്തിയത്. ഞൊടിയുടെ നേരം കൊണ്ട് സമരവേദിയിൽ കുടിവെള്ള കുപ്പികളെത്തി. ഓൺലൈനായി തന്നെ ഭക്ഷണപ്പൊതികളും വന്നു. സമരക്കാർക്ക് ഭക്ഷണം എത്തിച്ചവരിൽ ഒരാളുടെ പേര് ജുനൈദ് എന്നായതോടെ അയാളുടെയും കുടുംബത്തിൻ്റെയും വിത്തും വേരും ദേശസുരക്ഷാ സേന ചികഞ്ഞു നോക്കി തുടങ്ങിയിട്ടുണ്ട്. അരിയും പച്ചക്കറിയും പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘമിത്രങ്ങൾ പ്രചാരണം ആരംഭിച്ചു. ചൈനാചാരന്മാർ, അർബൻ നക്സലുകൾ, ദേശദ്രോഹികൾ തുടങ്ങിയ പട്ടങ്ങൾ ജൻസികൾക്ക് പതിച്ചു നൽകുന്നുണ്ട്. സമരത്തെ ക്രൂരമായാണ് ഭരണകൂടം തല്ലിച്ചതച്ചത്. പോലീസ് നരനായാട്ടിൽ കടുത്ത പ്രതിഷേധമുയർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുവാനില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ബഹളം വെച്ചു. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യമുയർന്നു. അർദ്ധരാത്രി പ്രധാനമന്ത്രി വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടു. മാപ്പ് പറയാനായിരിക്കുമെന്ന് കരുതി എല്ലാവരും ഓൺലൈനിൽ കുത്തിയിരുന്നു. സമരം ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും താൻ മാപ്പ് നൽകുന്നതായി തമ്പുരാൻ ഉത്തരവിട്ടു. ആ മാപ്പ് കേട്ട് പുതുതലമുറ ആദ്യമൊന്നു ചിരിച്ചു. ഇത്തരമൊരു അവതാരത്തെയാണല്ലോ രാജ്യത്തിനൊരു പ്രധാനമന്ത്രിയായി കിട്ടിയതെന്നോർത്ത് പിന്നെ അവർ കരയുകയും ചെയ്തു. മുഖ്യമന്ത്രി പദത്തിനായുള്ള ഓട്ട മത്സരത്തിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ജയിച്ചുവെന്നുള്ളത് ശരിയാണ്. പക്ഷേ മുറിവേൽപ്പിച്ച് വിട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയാണ്. 3ാം വട്ടവും അധികാര കസേരയിൽ എത്തുമെന്ന് സ്വപ്നം കണ്ടാണ് പിണറായി തെരഞ്ഞെടുപ്പിന് നയിച്ചത്. അപ്രകാരം ഒരു സ്വർഗരാജ്യം പ്രമുഖ പാർട്ടി സഖാക്കളും പുലരുമെന്ന് വിചാരിച്ചു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പാർട്ടി പൊട്ടി. മോഹഭംഗം സംഭവിച്ച പാർട്ടി സഖാക്കളുണ്ടോ സതീശനെ ഭരിക്കാൻ വിടുന്നു? വിമർശനങ്ങളുടെ ശരശയ്യയിൽ അവർ സതീശനെ കിടത്തിപ്പൊരിക്കുകയാണ്. ആഗസ്റ്റ് പിറന്നപ്പോൾ പാർട്ടി സഖാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓണപ്പാട്ട് പിണറായി നാടുവാണിടും കാലം എന്ന് മാറ്റിപ്പാടി തുടങ്ങിയിട്ടുണ്ട്. മാസങ്ങൾക്കുള്ളിലെ സതീശ ഭരണം കൊണ്ട് കേരളം പാതാളത്തിലേക്ക് താഴ്ന്നുപോയെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, എവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നെല്ലാം നിരീക്ഷിക്കാൻ പാർട്ടി ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരത് സൈബർ സഖാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യും. സതീശൻ പൊന്നാനിയിൽ ഊണ് കഴിക്കാൻ പോയതുപോലെ എന്ന ചൊല്ലും പാർട്ടി ക്ലാസ്സിലെ പുതിയൊരു ചൊല്ലായിട്ടുണ്ട്. പൊന്നാനിയിൽ ആര് ഊണ് കഴിക്കാൻ പോയാലും പൊന്നാനിക്കാർ പൊന്നുംകുടം പോലെ അവരെ സൽക്കരിക്കും. സഖാക്കളും ഒന്ന് പോയി നോക്കൂ. അതിനവരോട് പരിഭവിച്ചിട്ടും പുലഭ്യം പറഞ്ഞിട്ടും കാര്യമില്ല. മുഖ്യമന്ത്രി പട്ടം ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടവരും ഒട്ടും ചില്ലറക്കാരല്ല. വാരിക്കുഴികളാണ് അവർ സതീശന് ചുറ്റും ഒരുക്കി വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രഹസ്യ വീഡിയോകളും വാർത്തകളും പ്രതിപക്ഷത്തിന് ചോർത്തിക്കൊടുക്കാൻ കരാറെടുത്തിരിക്കുന്നത് ചുറ്റുമുള്ള സ്വന്തം പാർട്ടിക്കാരാണ്.
പുറത്തെ ശത്രുക്കളെ നോക്കിയിരുന്ന് തോൽപ്പിക്കാം, പക്ഷേ അകത്തെ ശത്രുവിനെ നക്കിക്കൊല്ലുന്നതാണ് നല്ലത്. ഗ്രൂപ്പ് യുദ്ധങ്ങളിലെ കീചകവധത്തിനായി കച്ചകെട്ടിയിറങ്ങാൻ മുഖ്യമന്ത്രിക്ക് നേരമായെന്നർത്ഥം. അവർ ഇപ്പോഴും തിരയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സമിതിയും കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് സിസിയും ഇടവേളയിൽ PVയും ചേർന്നു. എന്നിട്ടും യഥാർത്ഥ പരാജയ കാരണങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിയെ തോൽപ്പിച്ച കാരണഭൂതം കുപ്പിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. 10 വർഷക്കാലം നയിച്ചവർ ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ പ്രശ്നങ്ങൾ പരിഹാരമാകും. പക്ഷേ പൂച്ചക്കാര് മണികെട്ടുമെന്നതാണ് ചോദ്യം. മാറ്റം വേണമെന്ന് എല്ലാവരും വാവിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും ഒലക്ക വിഴുങ്ങിയ പോലെയാണ് നേതാക്കന്മാർ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ദേശാഭിമാനി വരാന്ത പതിപ്പിൽ VSന്റെ അനുസ്മരണ ലേഖനത്തിന് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ട് എന്തുകൊണ്ടും ഉചിതമായി. വലിയൊരു കടലിന് മുന്നിൽ ബക്കറ്റിലെ വെള്ളം വെറും നിസ്സാരമെന്ന് ശംഖുമുഖം കടലിനെയും VSനെയും സാക്ഷി നിർത്തി പരിഹസിച്ചത് പിണറായിയാണ്. അടുത്ത ദിവസം തന്നെ ഗോർബച്ചേവ്മാർ വറ്റിച്ച കടലിനെ കുറിച്ച് പറഞ്ഞ് VSും തിരിച്ചടിച്ചു. അതിനിടയിലാണ് വരാന്ത പതിപ്പിൻ്റെ അവസാന പേജിൽ നാടക നടനായ കള്ളൻ വിജയനെക്കുറിച്ച് മറ്റൊരു ലേഖനം അച്ചടിച്ചത്. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ സഖാക്കൾക്ക് മുഖം മാറിപ്പോകുമെന്ന് കരുതിയാണ് പത്രം പുറത്തിറക്കാതെ പിടിച്ചു വച്ചത്. കഥ വിസ്തരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പാട്ടാവുകയും ചെയ്തു. എന്നിട്ടും കള്ളം ഒളിച്ചു വെക്കാൻ അച്ചടിച്ച ഭാഷയിൽ അലക്കിത്തേച്ച് സംസാരിക്കുന്ന സ്വരാജിനെ കാണുമ്പോൾ ഇവർ ഈ നൂറ്റാണ്ടിൽ മാറില്ലെന്ന് മനസ്സിലാകും. മീൻ പിടിക്കാനായി മുക്കവരാരും കടൽ വറ്റിക്കാറില്ല. തോറ്റതിൻ്റെ കാരണത്തെയും കാരണഭൂതനെയും കണ്ടെത്താനും ഇനിയും അധികം തിരയെണ്ണേണ്ട കാര്യവുമില്ല.